നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇയർഫോൺ, പലതരത്തിലുള്ള ഇയർഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. ചിലർ വയർലെസ് യൂസ് ചെയ്യാറുണ്ട്, ചിലർ വയർഡായിട്ടുള്ള ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വയർഡായിട്ടുള്ള ഇയർഫോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് കേൾക്കാതെ വരും. അത് 90% ചിലപ്പോൾ ആ വയർ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ വയറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്ന കംപ്ലൈൻറ്റാണ്. എന്നാൽ ചില കേസുകളിൽ ഒരു 10% ഇതിൽ നമ്മുടെ ഫോണിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് മാറിക്കിടന്നാലും ചിലപ്പോൾ ഒരു സൈഡ് കേൾക്കാതെയൊക്കെ വരും. അപ്പോൾ ആ സെറ്റിങ്സ് ഒക്കെ ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ വയർഡ് ഹെഡ്സെറ്റിൻ്റെ വയറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാം. എന്നാലും ഒരു 10% ചാൻസ് ഈ സെറ്റിങ്സ് മാറിക്കിടക്കാനുള്ള ഇതുള്ളൂ. അത് നമുക്ക് നോക്കാം. അതിന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ മോണോ എന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മോണോ ഓഡിയോ എന്നും പറഞ്ഞ് വരും. അപ്പോൾ ഇവിടെ ചാനൽ വോളിയം ബാലൻസിങ് എന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട് ഹിയറിങ്ങിൽ. അതിവിടെ കറക്റ്റ് സെൻറ്റർ ആണെന്ന് നോക്കുക. സെൻറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ഇയർഫോണിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആണ്. അതല്ല സെൻറ്ററിലല്ല, ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നീങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെൻറ്ററിലാക്കി കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ വരാറുള്ളൂ, അല്ലെങ്കിൽ ഹെഡ്ഫോണിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആയിരിക്കും. വയർഡ് ഹെഡ്സെറ്റിനാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാറ്. മറ്റേ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനൊന്നും ഇങ്ങനെ വലിയ രീതിയിൽ കംപ്ലൈൻറ്റ് വരാറില്ല. ഞാൻ കുറേ വയർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.